ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമുക്ക് ഈ 2024 ഡിസംബർ എൻഡോട് കൂടിയിട്ട് നമ്മൾ കൂടുതൽ കേട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് റോഡുകളിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ്. ഒത്തിരി അപകടങ്ങൾ 2024 എൻഡ് ഡിസംബറോട് കൂടിയിട്ട് നിങ്ങൾ ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ബസ്സുകളായിട്ടും സ്കൂൾ കുട്ടികളായിട്ടും അങ്ങനെ കുറേ ആളുകൾ റോഡുകൾ വെച്ചിട്ട് അപകടത്തിൽ മരിക്കുന്നതും പരിക്കേൽക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ന്യൂസുകൾ നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ നമ്മൾ ആ ന്യൂസുകൾ കാണുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപകടം ഉണ്ടാകുന്ന സമയത്ത് ഡ്രൈവർക്കുള്ള ചുമതലകൾ ഏതൊക്കെയാണ്, അത് ഏത് വകുപ്പാണ്, അതിൽ ആ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഏത് വകുപ്പാണ്. അപ്പോൾ നമ്മളൊരു പോലീസ് ഡ്രൈവറിനോ അല്ലെങ്കിൽ ഒരു ഫയർ ഡ്രൈവറിനോ അല്ലെങ്കിൽ ഏതൊരു ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു ഡ്രൈവർക്ക് അപകടം ഉണ്ടായാൽ ഡ്രൈവർ ചെയ്യേണ്ട അപകടം ഉണ്ടാകുന്ന സമയത്ത് ഡ്രൈവർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യങ്ങൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡ്രൈവർ പാലിക്കേണ്ട ചുമതലകൾ, ഡ്രൈവർ എന്തെല്ലാം കടമകൾ നിർവഹിക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ സെക്ഷൻ എന്ന് പറയുന്നത് 134 സെക്ഷൻ 134 നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ഡ്രൈവർ ഇൻ കേസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറി ടു എ പേഴ്സൺ. ഒരു പേഴ്സണ് ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഡ്യൂട്ടീസ്, ഡ്രൈവറുടെ എന്തെല്ലാം ഡ്രൈവർക്കുള്ള ഡ്യൂട്ടീസ് അല്ലെ, ഡ്രൈവറുടെ ചുമതലകൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ സെക്ഷൻ ഒന്ന് പറയാം, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ സെക്ഷൻ കുറച്ച് വലിയ സെക്ഷനാണ്. ഇപ്പം നിർത്തി ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഒരു മോട്ടോർ വാഹനം ഉൾപ്പെട്ട ഒരു അപകടത്തിന്റെ ഫലമായി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുകയോ മൂന്നാം കക്ഷിയുടെ ഏതെങ്കിലും വസ്തുവകകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ വാഹനത്തിന്റെ ഡ്രൈവർ അല്ലെങ്കിൽ വാഹനത്തിന്റെ ചുമതലയുള്ള മറ്റു വ്യക്തി. ഇനി അവിടുന്ന് പറയാൻ പോകണേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അതായത് ഒരു വാഹനം ഉൾപ്പെട്ടിട്ട്, മോട്ടോർ വാഹനം ഉൾപ്പെട്ടിട്ട് നമുക്കൊരു ആൾക്ക് പരിക്കേൽക്കുക അല്ലെങ്കിൽ മൂന്നാമതൊരു കക്ഷിയുടെ എന്തെങ്കിലും വസ്തുവകകൾക്ക് അയാളുടെ ഒരു ചുമരിന് പോയി ഇടിക്കുന്നതോ അയാളുടെ ഒരു വാഹനത്തിന് പോയി എടുക്കുന്നതോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു മൂന്നാമതൊരു സംഭവത്തിന് വസ്തുക്കൾക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ, നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിലൊക്കെ ആ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ അല്ലെങ്കിൽ ആ വാഹനത്തുമായി ചുമതലയുള്ള ഓണർ ഉണ്ടാവില്ല, RC ഓണർ എന്ന് പറയുന്ന വ്യക്തി, അയാൾ പാലിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ആൾക്കൂട്ടത്തിന്റെ രോഷം കൊണ്ടോ അവന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള മറ്റേതെങ്കിലും കാരണത്താലോ അങ്ങനെ ചെയ്യുന്നത് പ്രായോഗികമല്ലെങ്കിൽ പരിക്കേറ്റ വ്യക്തിയെ അടുത്തുള്ള മെഡിക്കൽ പ്രാക്ടീഷണറെയോ ആശുപത്രിയിലോ എത്തിച്ച് വൈദ്യസഹായം ഉറപ്പിക്കാൻ ന്യായമായ എല്ലാ നടപടികളും സ്വീകരിക്കുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാര്യം തന്നെയാണ് അല്ലേ. അതായത് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളും കൂടി ആക്സിഡന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്, ഞാനൊരു ഡ്രൈവറാണ്, നമ്മളും ആക്സിഡന്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നടക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വളരെ രീതിയിൽ ഇഞ്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പരിക്കേറ്റ ആളെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ ഒരു സെക്ഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു വേർഡ് ഇവിടെ നമുക്ക് എന്തായാലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അതാണ് ഗോൾഡൻ ഹവർ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്താണ് ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്? അതായത് ഒരു അപകടം സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. എന്താണ് ആ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഈ ഗോൾഡൻ അവറിൽ കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഭാവിയിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം വരെ സംഭവിക്കുന്നത് തടഞ്ഞു നിർത്താൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു 1 അവർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ ആ സമയത്ത് ഉള്ള ആ ടൈമിനാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഡ്രൈവർ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അയാളെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ അയാൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നുള്ളതാണ് അല്ലേ. അയാൾക്ക് ഒരു വൈദ്യസഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അയാളെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത്, പരിക്കേറ്റ വ്യക്തിയോ അവന്റെ രക്ഷിതാവോ പ്രായപൂർത്തിയാകാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നടപടിക്രമങ്ങൾക്കായി കാത്തു നിൽക്കാതെ പരിക്കേറ്റ വ്യക്തിയെ ഉടൻ പരിചരിക്കുകയും വൈദ്യസഹായമോ ചികിത്സയോ നൽകുകയും ചെയ്യേണ്ടതാണ്. ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുള്ള ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറുടെയും അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും ചുമതലയാണ്. ഇപ്പം നമ്മൾ അപകടം പറ്റിയിട്ട് സംഭവിച്ചു കൊണ്ടുവന്ന ഒരാൾ മൈനർ ആണെന്ന് വിചാരിക്കുക, അതായത് അയാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളാണെങ്കിൽ പോലും എന്തില്ല, അയാളുടെ ഒരു അച്ഛനോ അമ്മയോ വരുന്നത് വരെ കാത്തു നിൽക്കാനൊന്നും പാടില്ല. അതിന് മുന്നേ തന്നെ ആ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട എന്താണോ അവർക്ക് വേണ്ട വൈദ്യസഹായം അത് നമ്മൾ ആ മെഡിക്കൽ എന്താണോ അത് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് അവിടെ ഉള്ള ഡോക്ടർമാർ അല്ലെങ്കിൽ അവരുടെയും കൂടി ചുമതലയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് അടുത്തത് ബി, രണ്ടാമത്തെ ക്ലോസ് പറയാണ്,
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് ആവശ്യമായ എന്തെങ്കിലും വിവരങ്ങൾ നൽകുക, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇല്ലെങ്കിൽ ക്ലോസ് പ്രകാരം ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കാൻ ന്യായമായ നടപടികൾ കൈക്കൊള്ളാത്തതിന് സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏത് സാഹചര്യത്തിലും സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സിമ്പിളാണ്. ഇത്രയും വലിയൊരു സെന്റൻസ് കണ്ട് പേടിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് ചോദിക്കുക, നമ്മളൊരു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ അയാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രേഖകൾ, അയാൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്നാണ് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യമാണെങ്കിൽ പോലും ഏത് സാഹചര്യമാണെങ്കിലും അപകടം നടന്ന് അവരെ മെഡിക്കൽ സ്ഥലങ്ങളിൽ എത്തിച്ചതിന് ശേഷം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ അവരുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്. എത്ര മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിന് അടുത്തത്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഇൻഷുറർക്ക് അപകടം സംഭവിച്ചതിനെ കുറിച്ച് ഇനി പറയുന്ന വിവരങ്ങൾ രേഖാമൂലം നൽകുക. എന്താണ്? നമ്മളൊരു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ വാഹനം ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും, പേഴ്സണലി ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട് വാഹനങ്ങളുടെ കേസിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് നൽകിയ ആളുകൾക്ക് അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നൽകണം. അപ്പൊ എന്തെല്ലാം വിവരങ്ങളാണ് ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് പോയിന്റ് ആയി പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഇൻഷുറൻസ് പോളിസി നമ്പറും അതിന്റെ സാധുതയുടെ കാലാവധിയും. അതായത് നമുക്ക് ഇൻഷുറൻസ് പോളിസിക്ക് ഒരു നമ്പർ ഉണ്ടാവും അല്ലെ. നമ്മളെപ്പോഴും ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ കൊടുക്കണം. അതിന്റെ ഒരു വാലിഡിറ്റി ഏത് മന്ത് വരെയാണ് അല്ലെങ്കിൽ ഏത് വർഷം വരെയാണ് നമുക്ക് ആ ഇൻഷുറൻസ് നിലവിലുള്ളത് എന്നുള്ള ആ ഡീറ്റെയിൽസ് കൊടുക്കണം. അപകടം നടന്ന തീയതി, സമയം, സ്ഥലം, അത് എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് അല്ലെ, ഏത് ഡേറ്റിലാണ്, ഏത് സ്ഥലത്താണ് വെച്ചിട്ടാണ് അപകടം നടന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ദെൻ അടുത്തത്, മൂന്നാമത്തത്, അപകടത്തിൽ പരിക്കേറ്റവരുടെയോ മരണപ്പെട്ടവരുടെയോ വിവരങ്ങൾ. ആർക്കൊക്കെയാണ് അപകടത്തിൽ പരിക്കേറ്റത് അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ദെൻ ഡ്രൈവറുടെ പേരും അവന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിശദാംശങ്ങളും. ഇപ്പൊ നമ്മൾ വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആ ഡ്രൈവർ ആരായിരുന്നു വെച്ചാൽ അവരുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും, അതോടൊപ്പം തന്നെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ്, ലൈസൻസ് നമ്പർ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് ഏതൊക്കെ ക്ലാസ്സുകൾ ഓടിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ വിവരങ്ങളും എല്ലാം തന്നെ നൽകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഡ്രൈവർ നമ്മൾ അപകടം സംഭവിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും റോഡിൽ കാണുന്ന സമയം ഇങ്ങനെയുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് ഏതാണ് സെക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അപകടങ്ങൾ കാണുന്ന സമയത്ത് ഈ സെക്ഷൻ ഇതാണെന്ന് വെക്കുന്നത്, ഇതാണ് നമുക്ക് ഓർത്തിരുന്നാൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യേകം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മനസ്സിൽ വരും. അപ്പോൾ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ഫയർ ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 134A ആണ് അല്ലെ. സെക്ഷൻ 134A എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ പുതുതായിട്ട് ആഡ് ചെയ്തൊരു സെക്ഷനാണ് 134A എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമാരിറ്റൻസ് എന്നാണ്. ഒരു നല്ല സമരിയക്കാരന്റെ പ്രൊട്ടക്ഷൻ, അയാളും സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആദ്യം എന്താണ് ഒരു നല്ല സമരിയക്കാരൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ ഒരു സെന്റൻസ് പറഞ്ഞതിന് ശേഷം പറയാം നല്ല സമരിയക്കാരൻ ആരാണ്. അത് സാധാരണ ചോദിച്ചിട്ടുണ്ട്, ഒരു നല്ല സമരിയക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത്. ജസ്റ്റ് നമുക്ക് അത് പറഞ്ഞിട്ട് തന്നെ പോവാം. അപ്പോൾ ഒരു നല്ല സമരിയക്കാരൻ എന്നാൽ വിശ്വാസത്തോടെ സ്വമേധ പ്രതിഫലമോ നഷ്ടപരിഹാരമോ പ്രതീക്ഷിക്കാതെ അടിയന്തര വൈദ്യസഹായമോ അല്ലാത്തതോ ആയ സഹായമോ അപകട സ്ഥലത്ത് ഇരക്ക് അല്ലെങ്കിൽ ഇരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതായ വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മളൊരു അപകടം സംഭവിച്ചു, നമ്മൾ ആ അപകടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു. നമ്മൾ അപകടത്തിൽ പെട്ട ആളെ നമ്മൾ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് അല്ലെ. അയാൾ നമ്മൾ എത്തിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അയാളിൽ നിന്നൊരു പ്രതിഫലമോ അല്ലെങ്കിൽ നമുക്കൊരു വേറെ ഒരു ഉപകാരം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാള് അപകടത്തിൽ പെടരുത് എന്നുള്ളതും അയാളെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്വയം എന്ത് ചെയ്യാണ്? അയാളെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പോവാണ്. അങ്ങനെ എത്തിക്കുന്ന അങ്ങനത്തെ ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു നല്ല സമരിയാക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല സമരിയാക്കാരനുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഐഡന്റിറ്റി സൂക്ഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ? നമ്മളെയും കൂടി ഈ കേസിൽ പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. അതിന് കൃത്യമായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ സെക്ഷൻസ് ഉണ്ട്.
ആ സെക്ഷൻസ് ആണ് 134A എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സംരക്ഷണം, ഒരു നല്ല സമരിയാക്കാരനുള്ള സംരക്ഷണം എന്തൊക്കെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 134A എന്നുള്ള സെക്ഷനിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. പോലീസ് ഡ്രൈവറിന്റെ ഭാഗം ചോദിക്കുകയാണെന്ന്, പോലീസ് ഡ്രൈവറിന്റെ എക്സാം ആണെങ്കിലും ഫയർമാൻ്റെ എക്സാമിനാണെന്നുണ്ടെങ്കിലും ഒരു 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലും സമരിയാക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ടിലും സമരിയാക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആ 4 സെക്ഷൻസ് രണ്ടും 4 സെക്ഷൻസ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ നിന്ന് ഒരു 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ എന്താണ് നല്ല സമരിയാക്കാരന്റെ സെക്ഷൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് നോക്കാം. ഒരു നല്ല സമരിയാക്കാരൻ ഒരു മോട്ടോർ വാഹനം ഉൾപ്പെട്ട ഒരു അപകടത്തിൽ ഇരയുടെ ഏതെങ്കിലും പരിക്കോ മരണത്തിനോ ഏതെങ്കിലും സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ നടപടിക്ക് ബാധ്യസ്ഥനല്ല. അപ്പൊ അദ്ദേഹം ഈ ഒരാളെ നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അയാൾക്ക് മരണം സംഭവിച്ചു, അങ്ങനെ എന്തുണ്ടെങ്കിലും ഈ കൊണ്ടുപോകുന്ന ആൾക്ക് അതുമായിട്ട് എന്തില്ല തുടർ നടപടിക്ക് അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബാധ്യസ്ഥനല്ല എന്നുള്ളതാണ് പറയുന്നത്. അത്തരം പരിക്കോ മരണമോ നല്ല സമരിയാക്കാരന്റെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴോ ഉണ്ടാകാം. എമർജൻസി മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യസഹായം നൽകുമ്പോൾ പ്രവർത്തിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു എമർജൻസി കൊടുക്കുന്ന സമയത്തോ അയാളുടെ അശ്രദ്ധ മൂലമൊക്കെ ഉണ്ടാവും, പക്ഷെ അയാൾ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും എന്തില്ല, അയാൾക്ക് അതിൽ ഒരു അടുത്തൊരു ക്രിമിനൽ കാര്യങ്ങളൊന്നുമായി ബന്ധപ്പെട്ടൊന്നും അയാളുടെ ഒരു കേസിലൊന്നും പെടുത്താനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം നോക്കാം. നല്ല സമരിയാക്കാരനെ ചോദ്യം ചെയ്യുന്നതിനോ പരിശോധിക്കുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ നല്ല സമരിയാക്കാരന്റെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതും മറ്റ് അനുബന്ധ കാര്യങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ചട്ടങ്ങൾ വഴി നൽകാവുന്നതാണ്. അപ്പോൾ ഒരു നല്ല സമരിയാക്കാരനുണ്ട്, അയാൾക്ക് അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നില്ല. ഇനി അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ പോലീസിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചട്ടങ്ങൾ വഴി, അതായത് കൃത്യമായിട്ട് ആ നിയമങ്ങൾ പറയുന്നുണ്ട്, ആ രീതിയിൽ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഒരു നല്ല സമരിയാക്കാരൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് മനസ്സിലായിട്ടുണ്ടാവും, അത് ചെയ്യുന്ന സെക്ഷന് നമ്മളിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത സെക്ഷനാണ് 134A. ഈ ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നല്ല വിചാരിക്കുന്നു. അപ്പോൾ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇത് നമുക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ടും ഉപകരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തന്നെ വാഹനം ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിസ്കഷൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ ബോർഡ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്